സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രോസ്ട്രേറ്റ് റിമൂവൽ സർജറി സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂറിനറി ട്രാക്കിലുണ്ടായ ഒരു ഇൻഫെക്ഷനോടനുബന്ധിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ എൻലാർജ്ഡ് പ്രോസ്ട്രേറ്റ് എൻലാർജ്ഡ് ആയതുകൊണ്ടാണ് യൂറിനറി ട്രാക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സർജറിയാണ് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞത് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. മാലിഗ്നൻസി ഇല്ല, ക്യാൻസർ ഇല്ല എന്ന് ഫുൾ പ്രൂഫായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്ലാമിക് വേൾഡിലെ ടെലിവിഷൻസൊക്കെ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നും പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് ദിസ് ഇസ് നോട്ട് പ്രോസ്ട്രേറ്റ് ക്യാൻസർ, ഇത് യൂറിനറി ട്രാക്കിൽ വരുന്ന വയസ്സുള്ളവർക്ക് സാധാരണ വരുന്ന അസുഖമാണ്. യൂറിൻ ട്രാക്കിൽ തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വരുന്നു ഡ്യൂ ടു എൻലാർജ്ഡ് പ്രോസ്ട്രേറ്റ്. അപ്പോൾ ആ എൻലാർജ്ഡ് പ്രോസ്ട്രേറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ് ഇപ്പം നടത്തിയിട്ടുള്ളത് ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. പക്ഷെ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വരും. അപ്പം അദ്ദേഹം എന്തുകൊണ്ട് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കും, ഇത് വാർത്തയാക്കുന്നതും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സെറ്റ് മാധ്യമങ്ങളുണ്ട്. അത് അല്ല, നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്, രണ്ടൊരു സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് റീസൺ ഉണ്ട്. ഇതിൻ്റെ സ്ട്രാറ്റജിക് പോയിന്റ് എന്ന് പറയുന്നത് യമനുമായിട്ടും ഇറാനുമായിട്ടും വളരെ റീസെൻ്റായിട്ട് ഒരു യുദ്ധം വരാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു വീഴ്ച ഇത് റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു റിലാക്സ് ചെയ്യാനുള്ള സമയം ഈ അമേരിക്കയിലെ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒന്ന് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ ഈ സർജറി ചൂസ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാരണം, അദ്ദേഹത്തെ ഒരു വളരെ വീക്കായിട്ടുള്ള 2-3 കേസുകളുടെ പേരിൽ വളരെ ലബോറിയസ് ആയിട്ടുള്ള കോടതി നടപടികളിലേക്ക് സ്വന്തം രാജ്യം തന്നെ വലിച്ചഴക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ ഒരു മൈറ്റ് കാണിക്കാൻ വേണ്ടി അവർ ചിലപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ, ഇത് എല്ലാ രാജ്യത്തും ജുഡീഷ്യറിക്ക് പോലുള്ള രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരുള്ള കേസുകളൊക്കെ 2016 മുൻപ് സംഭവിച്ചു എന്ന് പറയുന്ന അഴിമതി എന്ന് നമ്മുടെ നാട്ടിൽ അഴിമതി എന്ന് വിളിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഒരു $3 ലക്ഷം വില വരുന്ന സിഗാർസും മദ്യങ്ങളും ഇദ്ദേഹത്തിന് ഒരു അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ഇസ്രായേൽക്കാരൻ കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. വേറൊരു കേസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഏതോ ഒരു ന്യൂസ് പേപ്പറിന് സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തു. ഈ സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ ആ ന്യൂസ് പേപ്പർ അദ്ദേഹത്തെ കൂടുതൽ അഡ്വർടൈസ് ചെയ്തു. മൂന്നാമത് പറയുന്ന ഒരു ടെലിവിഷൻ ചാനലിന് എന്തോ ചില ഫേവേഴ്സ് അദ്ദേഹം ചെയ്തു കൊടുത്തു. അതിൻ്റെ പേരിൽ ടെലിവിഷൻ ചാനൽ അദ്ദേഹത്തിന് കൂടുതൽ ബൂസ്റ്റ് നൽകി, അദ്ദേഹത്തെ കൂടുതൽ പരസ്യം നൽകി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പരസ്യങ്ങൾ നൽകി എന്നാണ് ഈ പറയുന്നത്. ഇതിൽ ഈ ടെലിവിഷൻ ചാനലിന് എന്തെങ്കിലും കൊടുത്തതായിട്ട് തെളിവുകളില്ല, ന്യൂസ് പേപ്പറിന് എന്തെങ്കിലും കൊടുത്തതായിട്ട് തെളിവുകളില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അഡ്വർടൈസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കാര്യത്തിൽ സിഗാർസും മദ്യവും സ്വീകരിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് തിരിച്ചെന്തെങ്കിലും കൊടുത്തതായിട്ട് തെളിവുകളില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലും ഇതേ കോടതി തന്നെ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ കോടതി നടപടികൾ കുറച്ചും കൂടി വൈകിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റ് കോടതി നിഷേധിക്കുകയും ഇദ്ദേഹത്തെ 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ കോടതിയിൽ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കറണ്ട് സിറ്റുവേഷനിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. കാരണം രാജ്യം യുദ്ധത്തിലാണ്. നിരന്തരമായിട്ട് മിസൈൽ ആക്രമണങ്ങൾ യമന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹമാസിന്റെ ഭാഗത്തുനിന്നും റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യം അങ്ങേയറ്റം ടെൻഷനിൽ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് വിടുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. പക്ഷേ ജുഡീഷ്യൽ ഇത് പരിഗണിക്കാൻ തയ്യാറല്ല. അവരവരുടെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രാജ്യം യുദ്ധത്തിലാണ് എന്നുള്ളത് കൊണ്ട് ജുഡീഷ്യൽ നടപടികൾ വൈകിപ്പിക്കാനാവില്ല എന്നുള്ളതാണ് കോടതിയുടെ നിഗമനം. അപ്പം സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഹോസ്പിറ്റലിലാണെങ്കിൽ നിശ്ചയമായിട്ടും ഇദ്ദേഹത്തിനെതിരെ തൽക്കാലം ഈ വിചാരണ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കോടതിക്കാവില്ല. അപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ ഒരുപക്ഷെ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത്തെ ഒരു റീസൺ, ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇതായിരിക്കെ പോലും 17 മുതൽ 19 വരെ മണിക്കൂറാണ് ഈ മനുഷ്യൻ ഒരു ദിവസം ജോലി ചെയ്യുന്നത്. അപ്പം ഈ വയസ്സാം കാലത്ത് അദ്ദേഹത്തിന് 75+ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അത്രയും പ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി ഈ രോഗാവസ്ഥയിൽ ഇദ്ദേഹം ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇസ്രായേലിലെ പൊളിറ്റിക്കൽ സപ്പോർട്ട് വളരെയധികം വർദ്ധിപ്പിക്കും. കാരണം ഈ പൊളിറ്റിക്കൽ സപ്പോർട്ട്, പൊതുജനത്തിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സമയമാണ്. കാരണം
ഈ ഹമാസുമായിട്ടുള്ള നെഗോസിയേഷൻസ് കംപ്ലീറ്റ് ആവാത്തതിൻ്റെ പേരിൽ ബന്ദികളുടെ ബന്ധുക്കൾ സ്വാഭാവികമായിട്ടും അവർ ബുദ്ധിമുട്ടിലാണ്. അവർ അതിനോടനുബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പബ്ലിക് സപ്പോർട്ട് കുറഞ്ഞു പോകാതിരിക്കാൻ. അപ്പോൾ ഇത്തരം റീസൺസ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ഒരു സമയം ഇങ്ങനൊരു സർജറിക്ക് ചൂസ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി യമന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യമനെ ആക്രമിച്ചത് ഒരു സാന എയർപോർട്ട് എന്ന് പറയുന്നത് സിവിലിയൻ എയർപോർട്ടാണ്. അപ്പോൾ സിവിലിയൻ എയർപോർട്ട് എന്തിന് ആക്രമിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ ഉത്തരവുണ്ട്. അവിടെ 3 ഫൈറ്റർ ജെറ്റുകളാണ് പ്രധാനമായും തകർക്കപ്പെട്ടത്. അപ്പോൾ ഫൈറ്റർ ജെറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സിവിലിയൻ എയർപോർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അത് ഒരു മിലിറ്ററി എയർപോർട്ടായിട്ട് തന്നെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ തകർക്കപ്പെട്ടത് 3 ഫൈറ്റർ ജെറ്റുകളും പിന്നെ അതിൻ്റെ റഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന 2 ടവറുകളും ഏതാനും സിവിലിയൻ ഫ്ലൈറ്റുകളും ആണ് തകർക്കപ്പെട്ടത്. റൺവേക്ക് കാര്യമായ ഡാമേജ് വരുത്തിയിട്ടില്ല. അപ്പം അവർ ടാർഗറ്റഡ് ആയിട്ടുള്ള അത് പട്ടാപ്പകലാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. പട്ടാപ്പകലാണ് 25 ജെറ്റുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു ജെറ്റ് പോലും മറ്റേ ഹൂതികൾക്ക് വെടിവെച്ചിടാനൊന്നും സാധിച്ചിട്ടില്ല. പകൽ വെളിച്ചത്തിലാണ് അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. രണ്ടാമത് ആക്രമിച്ചത് ഒരു നേവൽ ഡോക്കാണ്, ഞാൻ പറയുകയുണ്ടായി. അവിടെ 2 ഷിപ്പുകൾ, സാമാന്യം വലിയ ഷിപ്പുകളാണ് തകർത്തിട്ടുള്ളത്. അത് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന ഷിപ്പ് വിത്ത് ലോഡ് ഓഫ് വെപ്പൺസ് ആണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അവിടുത്തെ നേവൽ ഡോക്കും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് ചില പവർ സ്റ്റേഷൻസ് ആണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. 14ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഒരു സാധാരണ മിലിറ്ററി അറ്റാക്കാണ്, ഒരു വാണിംഗ് ആണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പകലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ആ മിസൈലുകളൊക്കെ ഇസ്രായേലിൽ വീണ് ധാരാളം ആളുകൾക്ക് പരിക്കുപറ്റിയെന്നൊക്കെയാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ആകാശത്ത് അത് പ്രവേശിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെപ്പൺസ്, ഇത്തരം മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറന്നു വരുമ്പോൾ ഇസ്രായേലിൻ്റെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് എത്തുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങും. മിസൈൽ വരുന്നുണ്ട് എന്നുള്ള സൈറൺ മുഴങ്ങാൻ തുടങ്ങും. സൈറൺ മുഴങ്ങുമ്പോൾ മനുഷ്യരെ ബെഡിൽ കിടന്നുറങ്ങുന്നത് രാത്രിക്കാണ് സാധാരണ വരിക. ബെഡിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഞെട്ടി എഴുന്നേറ്റ് ജീവനും കൊണ്ട് ബങ്കറിലേക്ക് ഓടും. എല്ലാ വീടുകൾക്കും ബങ്കറുണ്ട്. അപ്പം ജീവനും കൊണ്ട് ബങ്കറിലേക്ക് ഓടി ബങ്കറിൽ പതുങ്ങിയിരുന്നിട്ട് ഈ സൈറൺ നിലയ്ക്കുമ്പോൾ മാത്രമാണ് 10-15 മിനിറ്റ് കഴിഞ്ഞ് സൈറൺ നിലയ്ക്കുമ്പോൾ മാത്രമേ അവർക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് ഈ ഉറക്കത്തിൽ വെപ്രാളത്തിലാണ് മനുഷ്യർ എഴുന്നേറ്റ് വരിക. ഈ വെപ്രാളത്തിൽ എഴുന്നേറ്റ് ഓടി വരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾക്ക് പരിക്ക് പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു മെൻ്റൽ ട്രോമ ഒരുപാട് പേർക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു വലിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട്, സോഷ്യൽ സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട് ഇസ്രായേലിൽ ഇത് വന്നുകൂടുന്നുണ്ട്. ഈ ഭയം എന്ന് പറയുന്നത്, ഏത് നിമിഷവും തലയിൽ മിസൈൽ വീഴാം എന്നുള്ള ഭയം അവിടുത്തെ ജനത്തെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. അത് ചെറിയ ഭാഗത്തല്ല, എൻ്റയർ കൺട്രിയിലാണ് പലപ്പോഴും കാരണം ഇത് എവിടെയാണ് വീഴുമെന്ന് പറയാൻ പറ്റില്ല. ബാലിസ്റ്റിക് മിസൈലാണ്. എൻ്റയർ കൺട്രിയിലാണ് പലപ്പോഴും സൈറൺ മുഴങ്ങുന്നത്. അപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് ബങ്കറിലേക്ക് ഓടേണ്ടി വരുന്നു. മില്യൺസ് ഓഫ് പീപ്പിൾസ് എന്നാണ് പറയുന്നത്. 10 ലക്ഷം, മില്യൺ മീൻസ് 10 ലക്ഷം. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ബങ്കറിലേക്ക് ഓടേണ്ടി വരുന്നത്. അത് രാജ്യത്തെ സംബന്ധിച്ച് വലിയ അസമാധാനത്തിൻ്റെ വിഷയമാണ്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് കണ്ടുപിടിച്ചേ പറ്റും. യമനിലെ ഹൂതികൾ അവിടുത്തെ ജനത്തെ പിഴിഞ്ഞാണ് ജീവിക്കുന്നത്. അവിടുത്തെ ജനത്തെ പിഴിഞ്ഞിട്ടാണ്, അവരെ വല്ലാതെ ടാക്സ് ചെയ്തിട്ട് പിഴിഞ്ഞ് ജീവിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പോറസ്റ്റ് ആഫ്രിക്കൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു രാജ്യമായിട്ട് യമൻ അധപ്പതിച്ച് കഴിഞ്ഞു. സാമാന്യം നല്ല ലൈഫ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അത് ഈ ഹൂതികൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആഫ്രിക്കൻ സ്റ്റാൻഡേർഡിലേക്ക് അതിൻ്റെ എക്കോണമി തകർന്നു. അതിൻ്റെ കാരണം ഈ ഹൂതികൾ ഇവരെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കി, മിസൈൽ ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ തലയ്ക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇസ്രായേൽക്കാർ വന്ന് ഞങ്ങളെ ഒന്ന് കൊന്നു തരണം, അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തി ആ സ്വർഗത്തിലെ ആമ്ലാദിക്കലുകളിൽ പെടണം. ഇനി ഗാസ സ്ട്രിപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ ആക്രമിച്ചതായിട്ട് വാർത്തകൾ വന്നിരുന്നു. അത് വലിയ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പാപമാണ് എന്നുള്ള മട്ടിൽ UN അടക്കമുള്ള ഏജൻസികളും കൂടാതെ ചില രാജ്യങ്ങളും പറയുന്നുണ്ടായി. ആക്രമിക്കപ്പെട്ട ഹോസ്പിറ്റലിന്റെ പേര് കമാൽ അഡ്വാൻ ഹോസ്പിറ്റൽ എന്നാണ്. കമാൽ അഡ്വാൻ ഹോസ്പിറ്റൽ അത് ഗാസ സ്ട്രിപ്പിലുള്ള അവസാനത്തെ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇതിനകത്ത് തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെട്ട ശേഷം ഇസ്രായേൽ ആർമി അവിടെ റെയ്ഡ് നടത്തി 250 പേരെ അറസ്റ്റ് ചെയ്തു. 250 ഹമാസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഈ ഹമാസിന്റെ പ്രവർത്തകരിൽ 25 പേർ ഒക്ടോബർ 7 ഇസ്രായേൽ കടന്നാക്രമണം കാണിച്ചവരാണ്. അപ്പോൾ ഈ ആളുകളാണ് ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുന്നത്. ഇത് സ്റ്റാഫിന്റെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു, രോഗികളുടെ രൂപത്തിലുണ്ടായിരുന്നു, കൂടുതൽ പേരും ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ രൂപത്തിലായിരുന്നു. അപ്പോൾ ഇതിൽ 250 പേരാണ് അറസ്റ്റ്. അതിൽ 25 പേര് ഒക്ടോബർ 7 ഇസ്രായേൽ കടന്ന് ആക്രമണം നടത്തിയ ആളുകളാണ്. അപ്പോൾ ഇവര് ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് വിളിക്കുന്നത്. ലോകത്തിൽ ഒരൊറ്റ ഫോഴ്സ് മാത്രം ഈ ഇസ്ലാമിക് ജിഹാദികളല്ലാതെ വേറെ ആരും ഇത്തരം തരംതാണ പണി ചെയ്യില്ല. കുഞ്ഞുങ്ങളെ മറയായി പിടിക്കുക, ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളെ മറയായി പിടിക്കുക, പെണ്ണുങ്ങളെ മറയായി പിടിക്കുക, എന്നിട്ട് യുദ്ധം ചെയ്യുക.
എന്നിട്ട് യുദ്ധം ചെയ്തിട്ട് ഇവന്റെ തലയിലിടുന്ന ബോംബി കുഞ്ഞിന്റെ തലയിൽ വീഴുമ്പോൾ എന്റെ കുഞ്ഞിനെ കൊന്നെന്ന് പറഞ്ഞ് നിലവിളിക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു UN സെക്രട്ടറി ജനറൽ ഇരിക്കുക. ഇത് വളരെ കഷ്ടമുള്ള സംഗതിയാണ്. ഇപ്പൊ സാധാരണക്കാരുടെ അടുത്ത് വില പോവും, ഇസ്രായേലിന്റെ അടുത്ത് ഇത് വില പോവില്ല. അവരെ കൊന്നവരെ ഏത് UN നിലവിളിച്ചാലും അവർ വിടില്ല. അവരെ കൊന്നവരെ അവർ തിരിച്ചു കൊല്ലും. അപ്പോൾ ഹോസ്പിറ്റലിൽ കയറി ഒളിച്ചു, അല്ലെങ്കിൽ സ്കൂളിൽ കയറി ഒളിച്ചു, അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പിൽ കയറി ഒളിച്ചു എന്നതിന്റെ പേരിൽ ഹമാസ് ഭീകരനോട്, തീവ്രവാദിയോട്, മനുഷ്യനെ കൊല്ലുന്നവനോട്, ജീവിക്കുന്ന പിശാചിനോട് യാതൊരു മര്യാദയും ഇസ്രായേൽ കാണിക്കില്ല. അപ്പൊ അവര് അത് ചെയ്യും. അതിന് ചെയ്തതിന് ഒന്നാമത്തെ പ്രൂഫാണിത്. 25 പേര് October 7 ഇസ്രായേൽ കിടന്ന് ആക്രമണം നടത്തിയ ഭീകരവാദികളെയാണ് ഈ ഹോസ്പിറ്റലിനകത്ത് നിന്ന് ഇവർ പിടിച്ചുകൊണ്ടുവന്നത്. 250 ഹമാസ് പ്രവർത്തകർ മൊത്തത്തിൽ പിടിക്കപ്പെട്ടു. അവിടെ നിന്നും ഈ കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ചിട്ടുണ്ട്. ലെബനോണിലും ലെബനീസ് ആർമി ഇതുവരെ ലെബനോണിൽ ചാർജ് എടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ റീജിയനിൽ വന്ന് ചാർജ് എടുത്തിട്ടില്ല. തെക്കൻ ലെബനോണിൽ അവർ ചാർജ് എടുത്തുകൊള്ളാം, ഇസ്രായേൽ IDF അവിടെ നിന്ന് പിൻവാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലെബനീസ് ഫോഴ്സ് അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവിടെ റെയ്ഡുകൾ കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ പുതിയ ടണലുകൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അത് ഇസ്രായേൽ ആർമി നശിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയുടെ വലിയ ആയുധ ശേഖരങ്ങൾ ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടുകയും അത് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലെ പുതിയ ന്യൂസ് വരുന്നത് ഇറാൻ ഫൈറ്റർ ജെറ്റുകൾ അന്വേഷിച്ച് ഓടി നടക്കുകയാണ് എന്നുള്ളതാണ്. ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുമോ എന്നതിൻ്റെ പേരിൽ ഇറാൻ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫൈറ്റർ ജെറ്റുകൾ അന്വേഷിച്ച് അവർ ലോകം മുഴുവൻ പാഞ്ഞു നടക്കുകയാണ്. റഷ്യയുടെ സുഖോയ് Su-35 എന്ന് പറയുന്ന ഫ്ലൈറ്റുകൾ ഇറാനിൽ അസംബിൾ ചെയ്യാനുള്ള പാറ്റന്റ് അവർ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത്തരം 100 ഫ്ലൈറ്റുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പാകിസ്ഥാനിൽ വന്നിട്ട് JF-17 എന്ന് പറയുന്ന ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ജെറ്റുകൾക്ക് വേണ്ടി അവർ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പാകിസ്ഥാനിന്റെ JF-17 ബംഗ്ലാദേശ് വാങ്ങിയിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ ബംഗ്ലാദേശിൽ ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ടായപ്പോൾ പറക്കാൻ നോക്കിയപ്പോൾ പറന്ന് പൊന്താത്ത സാധനമാണിത്. അപ്പോൾ ഇത് ആണ് ഇവർ വാങ്ങാൻ വെച്ചിട്ടുള്ള രണ്ടാമത്തെ സാധനം. ചൈനയിൽ പോയിട്ട് ഇവർ ഫ്ലൈറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനക്കാർ പറഞ്ഞു ചില്ലറ വന്നാലേ ഫ്ലൈറ്റ് കയറാൻ പറ്റും. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചില്ലറയില്ല, കുറച്ച് ഡീസൽ തന്നാൽ മതിയോ? ചൈന പറഞ്ഞു ഡീസൽ പറ്റൂല, ചില്ലറ തന്നെ വേണം. അപ്പോൾ ഈ എക്കണോമിക് സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് ഇറാന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കാശ് കൊടുത്ത് ഒരിടത്ത് നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ റഷ്യ ഇരവ് കൊടുക്കുന്ന ഈ കുറച്ച് സാധനവും അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ JF-17 വെച്ചിട്ട് ഇവർ ഇസ്രായേലിനോടും അമേരിക്കയോടും യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യുദ്ധം വരുന്ന സമയത്ത് കാണാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം വീണുപോയാൽ അദ്ദേഹം അങ്ങ് തീർന്നു പോയാൽ ഇപ്പൊ ഇസ്രായേൽ അങ്ങോട്ട് തീർന്നു പോകും എന്ന മട്ടിൽ ഇസ്ലാമിക് വേൾഡിലുള്ള ടെലിവിഷൻസും നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക തീവ്രവാദികളും വലിയ പ്രചരണം നടത്തുന്നുണ്ട്. നെതന്യാഹു നയിച്ചിട്ടല്ല ഇസ്രായേൽ മുൻപോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണം. 18 വയസ്സ് കടന്ന മുഴുവൻ ഇസ്രായേൽ പൗരനും ആൺ പെൺ വ്യത്യാസമില്ലാതെ മിലിറ്ററി ട്രെയിനിങ് ഉള്ള രാജ്യമാണത്. ആ രാജ്യത്തുള്ളത് മുഴുവൻ പട്ടാളക്കാരാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവിടുത്തെ സർവ്വ മനുഷ്യരും ആൺ പെണ്ണടക്കം പട്ടാളക്കാരാണ്. തോക്കെടുത്ത് യുദ്ധം ചെയ്യാൻ അറിയുന്നവരാണ്, വിമാനം പറപ്പിക്കാൻ അറിയുന്നവരാണ്. ആ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി പോയതുകൊണ്ട് അവർ 100 പ്രധാനമന്ത്രിമാരെ വേറെ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഈ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയി എന്നതുകൊണ്ട് ഇസ്രായേലിന്റെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള വിജയം ഉണ്ടാകും എന്ന് ഇസ്ലാമിക തീവ്രവാദികൾ സ്വപ്നം കാണുന്നത് വെറുതെയാണെന്ന് കൂടി ഓർത്തു വെക്കുന്നത് നല്ലതാണ്.